ഇടവം രാശിക്കാർക്ക് ഇപ്പോൾ നടക്കുന്ന വ്യാഴത്തിന്റെ മാറ്റം ഗുണകരമായ ഒരു നല്ല കാലമാണ്. അതായത് കാർത്തിക, രോഹിണി, മകയിരം എന്നീ നക്ഷത്രപാദങ്ങളൊക്കെ അടങ്ങിയ രാശിയാണ് ഇടവം രാശി. തീർച്ചയായിട്ടും ശുഭകരമായ ഒരു കാലം നിങ്ങൾക്ക് ആരംഭമായിരിക്കുന്നു എന്നുള്ളതിൻ്റെതായ സൂചനകളൊക്കെ ഇവിടെ തന്നു തുടങ്ങിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ അതിൻ്റെതായ മുന്നേറ്റ പാതകൾ എന്തായാലും നിങ്ങൾക്ക് തുറക്കുമെന്നുള്ളതിന് യാതൊരുവിധ സംശയവും ഇല്ല. ഇതില് കാർത്തിക, രോഹിണി എന്നീ 2 നക്ഷത്രങ്ങൾക്ക് സൂപ്പറായിട്ടുള്ള നല്ലൊരു വളർച്ച എന്തായാലും വന്നു ചേരും. ആ കാലഘട്ടം നിങ്ങൾക്ക് ആഗതമായിരിക്കുന്നു എന്നുള്ള ഒരു തിരിച്ചറിവ് എപ്പോഴും വേണം. തീർച്ചയായിട്ടും ഇതുവരെ ഉണ്ടായിരുന്ന പ്രശ്നങ്ങളിലൊക്കെ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നല്ല ഒരു വഴി ലഭിക്കുന്നു എന്നുള്ളതും സത്യമായ ഒരു കാര്യമാണ്. കടബാധ്യതകളൊക്കെ ഉണ്ടായിരുന്ന വ്യക്തികളാണ് ഇവരൊക്കെ. അത് എല്ലാവർക്കും ഉണ്ട്. 27 നക്ഷത്രക്കാർക്കും കടബാധ്യതകളൊക്കെ ഉണ്ട്. എന്നാൽ തന്നെയും ഇവർക്ക് ചിലത് ബോധപൂർവവും അല്ലാതെയും വന്ന കടബാധ്യതകൾ ധാരാളമുണ്ട്. അതിപ്പോൾ തീർക്കാമെന്ന് കരുതി തുടങ്ങിയതൊക്കെയും പിന്നീട് വലിയ കടബാധ്യതകളൊക്കെ ആയി മാറിയ സാഹചര്യങ്ങൾ ധാരാളമുണ്ട്. അതിൻ്റെ പേരിൽ കുടുംബത്തിൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നവർ ധാരാളം തന്നെയാണ്. ചില ബന്ധങ്ങളൊക്കെ വിട്ടു പിരിഞ്ഞു പോയ സാഹചര്യങ്ങൾ ഉണ്ടെന്നാണ് മനസ്സിലാക്കാനൊക്കെ കഴിയുന്നത്. അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് നല്ല വഴി തുറക്കുന്നു. അതിൻ്റെതായ മാർഗ്ഗങ്ങളും തെളിയുന്നു. ആ വഴികളിലൂടെ സഞ്ചരിക്കേണ്ടത് എങ്ങനെയെന്ന് നോക്കാം. നല്ല ജോലിയിലൊക്കെ ഇരിക്കുകയാണ്. അടുത്തൊരു റാങ്കോ, പൊസിഷനോ ഒന്നും കിട്ടാത്ത വ്യക്തികളാണെങ്കിൽ അതിൻ്റേതായ വഴികൾ തുറക്കും. നിങ്ങൾക്ക് ആഗ്രഹിച്ച നിലയിലുള്ള പൊസിഷനൊക്കെ വന്നെത്തുന്ന സാഹചര്യമാണ്. അച്ഛനമ്മമാർക്കൊക്കെ ഉണ്ടായിരുന്ന ബുദ്ധിമുട്ടുകളൊക്കെ മാറും. നിങ്ങളാൽ ഉണ്ടായിരുന്ന ബുദ്ധിമുട്ടുകളൊക്കെ മാറും. കുടുംബത്തിൽ ഐക്യത വന്നു ചേരും. അതായത് സമ്പത്തിൻ്റെതായ വഴി തുറക്കുന്നു. അത് ഏത് വഴിക്ക് ആണ്? നിങ്ങൾ ഇതുവരെ പ്രയത്നിച്ച് വച്ചിട്ട് ലഭിക്കാതെ ഇടുന്ന ഇടമാണെങ്കിൽ 100% അത് അവിടെ നിങ്ങൾക്ക് ആക്ടിവേഷനായി വരുന്ന സമയമാണ്. അതിനായിട്ട് പ്രയത്നിച്ചു കൊള്ളുക എന്നാണ് എനിക്ക് ആദ്യം പറയാനായിട്ടുള്ളത്. ഗവൺമെന്റ് സർവീസിലൊക്കെ ജോലി ചെയ്തിട്ട് പ്രമോഷനൊക്കെ ലഭിക്കാതിരുന്ന ആളാണെങ്കിൽ 100% അതിനുള്ള വഴി തെളിയുന്നു. അതായത് വളരെ പെട്ടെന്ന് നിങ്ങൾക്ക് ഒരു പേപ്പർ വർക്കൊക്കെ നടന്ന് അതിൽ മുന്നിലേക്ക് വരാനുള്ള സാഹചര്യം തെളിയുന്നു എന്നുള്ള കാര്യം മനസ്സിലാക്കുക. ജൂൺ മാസം 2-ാം തീയതി ആകുന്നതോടുകൂടി തന്നെ നിങ്ങൾക്ക് ഞാനീ പറയുന്നതിൻ്റെതായ കാര്യങ്ങളൊക്കെ അവിടെ സക്സസ് ആയി വരുന്ന സാഹചര്യമുണ്ട്. അതായത് പറയുന്ന കാര്യങ്ങളൊക്കെ നടക്കുന്ന ഒരു സാഹചര്യം എന്തായാലും വരും. ആദ്യത്തെ 4 മാസം ഒരു ടോപ്പ് അപ്പ് ആയിട്ടുള്ള ഒരു കാലഘട്ടം തന്നെയാണ്. അതിൽ യാതൊരുവിധ സംശയവുമില്ല. 100% നിങ്ങൾക്ക് നിങ്ങളുടേതായ വഴികളിലൂടെ സഞ്ചരിച്ച് പോകാമെന്ന് തന്നെയാണ് ഇവിടെ പറയുന്നത്. തീർച്ചയായിട്ടും ഒരു നല്ല ആശ്വാസത്തിനല്ല, നല്ല രീതിക്ക് മുന്നിലേക്ക് വരാൻ കഴിയും. വിദേശത്ത് പോകാൻ ആഗ്രഹിച്ചിരുന്ന വ്യക്തികൾക്ക് 100% അതിൻ്റെതായ പേപ്പർ വർക്കൊക്കെ നടക്കും. വിദേശത്ത് നിന്നും ഇന്ത്യയിലേക്ക് വരാൻ ആഗ്രഹിച്ചിരുന്നവർക്കും അതിൻ്റെതായ രീതിയിൽ പ്രമോഷനോടുകൂടി തന്നെ നിങ്ങൾക്ക് തിരിച്ച് ഇന്ത്യയിലേക്ക് വരാനും വീണ്ടും തിരിച്ച് ജോലിയിലേക്ക് പോയി ജോയിൻ ചെയ്യാനുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ട്. എന്നാൽ അടുത്ത 4 മാസക്കാലം വീണ്ടും ഒരു ദുർഘടകം പിടിച്ചതുപോലെയുള്ള അവസ്ഥയിലാവും. അതുകൊണ്ട് കിട്ടുന്ന 4 മാസക്കാലം നല്ല രീതിക്കാണ് എന്നുണ്ടെങ്കിൽ സേവിങ്സ് ഒക്കെ ഒരല്പം നേരത്തെയുള്ള ചിന്താഗതികളൊക്കെ മാറ്റി സേവിങ്സ് ഒക്കെ ഒരല്പം സൂക്ഷിച്ചു വെച്ച് മുന്നിലേക്ക് പോകാനായിട്ട് ശ്രമിക്കാനും ഇവിടെ പറയുന്നു വ്യാഴം. കാരണം എന്ന് വെച്ചാൽ നമ്മുടെ ലാഭസ്ഥാനത്താണ് ശനീശ്വരൻ ഇരിക്കുന്നത്. വളരെ നല്ല ഫലം തന്നെയായിരിക്കും നൽകുക. അതാണ് ഇപ്പോൾ എടുത്തു പറയേണ്ട ഒരു കാര്യം. കാശൊക്കെ ലഭിക്കുന്ന വേളയിൽ സ്വർണ്ണമൊക്കെ വാങ്ങി വെക്കുന്ന, സിൽവറൊക്കെ വാങ്ങി വെക്കുന്ന ചില ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ഈ സമയം നല്ല ഗ്രോത്തൊക്കെ കിട്ടുന്ന സമയം തന്നെയാണ്. അതുപോലെ കുടുംബത്തിനുള്ളിൽ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ പറഞ്ഞിട്ട് നടക്കാതെ ഇരുന്ന സമയമാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ വാക്കുകൾക്ക് വിലയില്ലാതെ ഇരുന്ന സമയമാണെങ്കിൽ തീർച്ചയായിട്ടും അവിടെയും നല്ലൊരു ഫലം ലഭിക്കും. വിവാഹത്തിന് കാലതാമസമായിരുന്നവർക്ക് 100% അതിൻ്റെതായ കാലം, അതായത് 32 വയസ്സൊക്കെ ആയിട്ട് വിവാഹമൊക്കെ നടക്കാതിരുന്നവർക്ക് പെട്ടെന്ന് തന്നെ വിവാഹം നടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. അതായത് ചിലരൊക്കെ തന്നെ ഒരു 40 ദിവസം ലീവിനൊക്കെ വരുന്നവരായിരിക്കും. പൊടുന്നനെ വിവാഹം നടക്കുന്ന ഒരു സാഹചര്യം ഇവിടെ വന്നെത്തും. ചില വസ്തുക്കളൊക്കെ ഉണ്ടായിട്ട് വിൽക്കാൻ കഴിയാതെയൊക്കെ കിടന്ന ആൾക്കാരൊക്കെ ഉണ്ടാവും. അവർക്കൊക്കെ തന്നെ പൊടുന്നനെ വസ്തു നല്ല വിലയ്ക്ക് വിറ്റുപോകുന്ന സാഹചര്യങ്ങളുണ്ടാകും. കോടതി കേസ് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നവർക്ക് പരിപൂർണമായിട്ടും ആ കേസ് ഒത്തുതീർപ്പാകുന്ന കേസാണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ തീർപ്പ് പ്രതീക്ഷിച്ചിരിക്കുന്നതാണെങ്കിൽ അതങ്ങനെ തീർന്നു വരുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ അതിനായിട്ട് നിങ്ങൾ അനുകൂലമായ രീതിക്ക് സംസാരിച്ച് അതിൻ്റെ രീതിക്ക് മുന്നിലേക്ക് പോയാൽ 100% ഈ പറയുന്ന കാര്യം അവിടെ സംഭവിക്കും. ശാരീരികമായ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നവർക്ക് അതിന് ഒരു ആശ്വാസം തന്നെയായിരിക്കും ഈ ഒരു കാലഘട്ടം. അതായത് ഇതുവരെ കൈ, കാല് ഒക്കെ വേദനയെടുത്ത് കഴുത്ത് സംബന്ധപ്പെട്ട പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്ന വ്യക്തികൾക്കൊക്കെ ആണെങ്കിൽ ആ ഒരു നല്ല രീതിക്കുള്ള ഒരു മുന്നേറ്റം വരുന്നു. അല്ലെങ്കിൽ അതിൻ്റെതായ ഒരു കാഠിന്യമൊക്കെ നല്ല രീതിക്ക് കുറഞ്ഞ് ഒരു ആശ്വാസം ഉണ്ടാകുന്ന ഒരു കാലം ആരംഭമായിരിക്കുന്നു. അതുകൊണ്ട് എല്ലായിടങ്ങളിലും എടുത്ത എഫർട്ടുകൾക്കൊക്കെ നല്ല രീതിക്കുള്ള പ്രയത്നം കൊടുത്തയിടത്തൊക്കെ നല്ല രീതിയിലുള്ള മുന്നേറ്റം തന്നെയാണ് വരാനായിട്ടിരിക്കുന്നത്. സന്തോഷകരമായിട്ടിരിക്കേണ്ട ഒരു കാലം തന്നെയാണ്. ശിവക്ഷേത്രത്തിൻ്റെതായ ദർശനങ്ങളൊക്കെ നടത്തി പ്രാർത്ഥനകളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നവരാണ് എങ്കിൽ തന്നെ എനിക്ക് പറയാനായിട്ടുള്ളത് മഹാവിഷ്ണുവിൻ്റെതായ പ്രാർത്ഥനകൾ കൂടി നടത്തുക. തിരുപ്പതിയൊക്കെ പോയി ദർശനം ചെയ്തിട്ട് വരുന്നതൊക്കെ നന്നായിരിക്കും. അല്ലെങ്കിൽ അടുത്ത ഏതെങ്കിലും മഹാവിഷ്ണു ക്ഷേത്രമൊക്കെ ഉണ്ടെങ്കിൽ അവിടെയൊക്കെ പോയി പ്രാർത്ഥനകളൊക്കെ നടത്തുന്നത് നന്നായിരിക്കും. അതുപോലെ തന്നെ നവഗ്രഹങ്ങളിൽ വ്യാഴത്തിന് അർച്ചനയൊക്കെ നടത്തുന്നത് നന്നായിരിക്കും. വ്യാഴത്തിന് മാത്രം
ആകണമെന്ന് നവഗ്രഹങ്ങളുടേതായ അർച്ചന നടത്തുന്നത് എന്തായാലും പൂർണ്ണമായ ഒരു ഗുണമായി. കാര്യം എവിടെയെങ്കിലും ഒരു പാതകമായ ഒരു നിലയിൽ ഏതെങ്കിലും ഒരു ഗ്രഹം നിൽക്കുകയോ ദൃഷ്ടി കൊടുക്കുകയോ ചെയ്യുന്ന ജാതകക്കാരൊക്കെ ആണെങ്കിൽ 100% അതിനുള്ള മാറ്റങ്ങൾ വരും. അല്ലെങ്കിൽ ആ ഒരു തടസ്സം അവിടെ ഇല്ലായ്മയായി പോകുന്ന സാഹചര്യം വരും. നല്ല വിദ്യാഭ്യാസമൊക്കെ നേടിയിട്ട് എന്തെങ്കിലും ഒരു ജോലിക്കൊക്കെ വേണ്ടി കാത്തിരുന്നു, അല്ലെങ്കിൽ ഞാൻ ആഗ്രഹിച്ച രീതിക്കുള്ള ഒരു ജോലി എനിക്ക് ലഭിച്ചില്ല എന്ന ചിന്തകൾ വളരെ സങ്കടകരമായിട്ടിരുന്നവർക്ക് തീർച്ചയായിട്ടും അതിനുള്ള ആപ്ലിക്കേഷനൊക്കെ കൊടുത്തിട്ടുള്ളവരാണെങ്കിൽ 100% നിങ്ങൾക്ക് അതിൻ്റെ പേപ്പർ വരും. നല്ല രീതിയിലുള്ള ജോലി തന്നെ ലഭിക്കും. അത്തരം ഇന്റർവ്യൂ ഒക്കെ അറ്റൻഡ് ചെയ്യേണ്ട സാഹചര്യങ്ങളും ഇവിടെ കൊണ്ടുതരും. അതിൽ നിങ്ങൾ പെർഫോം ചെയ്യുന്നതിനനുസൃതമായിട്ടായിരിക്കും. അതായത് അഹന്ത, അഹംഭാവം എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മാറ്റി വെച്ചിട്ട് നിങ്ങൾ അതിൻ്റേതായ രീതിക്ക് ഇന്റർവ്യൂ ഒക്കെ ഇടപെടുക. 100% നിങ്ങൾക്ക് അതിൻ്റേതായ ഒരു മാറ്റം വരും. അതായത് എനിക്കെല്ലാം അറിയാമെന്ന ഒരു ഭാവം, ഞാൻ അങ്ങനെയാണ്, ഇതാണ് എന്നൊക്കെ പറയുന്ന ഒരു ഭാവമൊക്കെ ഉണ്ടായിരിക്കും. അതൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് തീർച്ചയായിട്ടും നിങ്ങൾ ഇടപെട്ടാൽ നന്നായിരിക്കും. ഇത് കാർത്തികയ്ക്ക് ഞാനീ പറഞ്ഞതിൻ്റേതായ ഒരു പ്രഭാവമൊക്കെ ഉണ്ടാകുന്ന വ്യക്തികളാണ്. അങ്ങനെ അതൊക്കെ മാറ്റി വെച്ചിട്ട് മുന്നിലേക്ക് ഇറങ്ങിയാൽ നിങ്ങൾക്ക് അന്തസ്സായിട്ട് തന്നെ നല്ല ജോലി ലഭിക്കുന്ന സാഹചര്യം ഇവിടെ വ്യാഴം എന്തായാലും നിങ്ങൾക്ക് തരും. ശനി അതിനെ സപ്പോർട്ട് ചെയ്ത് തരികയും ചെയ്യും. സഹോദരങ്ങളൊക്കെ തമ്മിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി, തർക്കങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ആ പിണക്കങ്ങളൊക്കെ മാറി വീണ്ടും ഐക്യതയിലും ഒന്നിച്ചു ചേരുന്ന ഒരു സാഹചര്യം ഇവിടെയുണ്ട്. വീണ്ടും ആ ഒരു നല്ല ബന്ധത്തെ തുടർന്നു കൊണ്ടുപോകാൻ നിങ്ങൾക്ക് കഴിയുന്ന സാഹചര്യമാണ്. പൊതുവായിട്ട് പറഞ്ഞാല് ഇപ്പൊ വരുന്ന വ്യാഴം നിങ്ങൾക്ക് അനുകൂലമെന്ന് വേണം പറയാനായിട്ട്. 100% അത് അങ്ങനെയെന്ന് തന്നെയാണ് വ്യാഴം പൊതുവായിട്ട് പറയുന്നത്. 100% അത് അങ്ങനെ തന്നെ ആവട്ടെ എന്ന് ആശംസിക്കുന്നു. എന്തായാലും നിങ്ങള് ക്ഷേത്രങ്ങളിലൊക്കെ പോയി വണങ്ങിയില്ലെങ്കിൽ പോലും മുന്നിൽ കണ്ട ഗോപുരത്തെയൊക്കെ വണങ്ങിയാൽ നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള ഒരു ഫലത്തെ കിട്ടുമെന്നാണ് എല്ലായിടങ്ങളിലുമൊക്കെ കാണാനായിട്ട് കഴിഞ്ഞിട്ടുള്ളത്. അത് പലപ്പോഴും അത് അങ്ങനെ തന്നെയാണ്. കാര്യം ക്ഷേത്രത്തിൽ പോകാൻ താല്പര്യമില്ലാത്തവരും ഒക്കെ ധാരാളം ഉണ്ടാവും. എന്നാലും മുന്നിൽ നിന്നിട്ട് വണങ്ങിയിട്ട് കൈയെടുത്ത് തൊഴുതിട്ട് പോകുന്ന ആൾക്കാർ ധാരാളം. അവർക്ക് അതിൻ്റേതായ ഫലം എന്തായാലും ലഭിക്കുമെന്നുള്ളതിന് തർക്കമൊന്നുമില്ല. സന്തോഷകരമായൊരു കാലം നിങ്ങൾക്ക് ആരംഭമായിരിക്കുന്നു എന്ന് 100% പറയാനായിട്ട് കഴിയും.